A line of length 60 mm has its end P is 15 mm above HP and 20 mm in front of VP. Its top view and front view measures 50 mm and 40 mm respectively. Draw its projection and determine its true inclination with HP and VP. Also locate its traces. ഈ പ്രോബ്ലം റൊട്ടേറ്റിംഗ് ലൈൻ മെത്തേഡിൻ്റെ ഈ ജനറൽ ഫിഗർ, അതായത് പി ഡാഷും പിയും, ഇൻക്ലിനേഷൻ വിത്ത് എച്ച് പി തീറ്റ, ഇൻക്ലിനേഷൻ വിത്ത് വി പി ഫൈ, ട്രൂ ലെങ്ത്, ഇത്രയും ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ റഫായിട്ട് ഇവിടെ വരച്ച് കഴിഞ്ഞാൽ അത് നോക്കി വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് പി ഡാഷും പിയും ലൊക്കേറ്റ് ചെയ്ത് അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇതും. സെക്കൻഡ് ക്വസ്റ്റ്യൻ സിമ്പിളാണ്. ബട്ട് സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ട്രേസ് ലൊക്കേറ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിലും ട്രേസിന് പ്രശ്നമായിട്ട് ഞാൻ പറയാം. ആദ്യം പി ഡാഷ് ക്യൂ വൺ ഡാഷ് തീറ്റ ഡിഗ്രിയിൽ ട്രൂ ലെങ്തിൽ ലൈൻ പാരലൽ ടു വി പി ആക്കിയിട്ട് പി ക്യൂ വൺ വരച്ചു. 5 ഡിഗ്രിയിൽ സെയിം ട്രൂ ലെങ്തിൽ പി ക്യൂ ടു ക്യൂ ടു ഡാഷ് കണ്ടെത്തി. ഇനി നമുക്കറിയാം പി ഡാഷ് ക്യൂ ടു ഡാഷിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂ ഡാഷ് കിട്ടും. പി ക്യൂവിനെ ഈ ക്യൂ ടുവിൻ്റെ ലോക്കസിലേക്ക് റൊട്ടേറ്റ് ചെയ്താൽ പി ക്യൂ കിട്ടും. അങ്ങനെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൽ തന്നെ ട്രേസ് പി ഡാഷ് ക്യൂ ഡാഷിനെ എക്സ്റ്റെൻഡ് ചെയ്താലാണ് എച്ച് ഡാഷ് കിട്ടുക. പി ക്യൂനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വി കിട്ടും. വിയിൽ നിന്ന് വി ഡാഷ് കിട്ടും. എച്ച് ഡാഷിൽ നിന്ന് എച്ച് കിട്ടും. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യനിലോട്ടേക്ക് പോകാം. ഫസ്റ്റ് ഗിവൺ ഡാറ്റാസ് ഒക്കെ എടുത്തെഴുതുന്നു. പി ഡാഷ് 15 mm എബോവ് എച്ച് പി ആണ്, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് ഇ പി ആണ് പി. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എക്സ് വൈ ലൈനിൽ പിയിലേക്കുള്ള ഡിസ്റ്റൻസ് 20 ആണ്. അപ്പോൾ എക്സ് വൈ ലൈന് പി ഡാഷ് പി, ഇത്രയും ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം വരച്ച് വെക്കാൻ പറ്റും. ഓക്കെ, അത് ചെയ്തു. എക്സ് വൈ ലൈന് വരച്ചു. 15 mm മുകളിലായിട്ട് പി ഡാഷ്, 20 mm താഴെയായിട്ട് പി ലൊക്കേറ്റ് ചെയ്തു. ഡ്രാഫ്റ്റ് ആൻസർ കീമിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയിങ് എക്സ് വൈ ലൈൻ ആൻഡ് ലൊക്കേറ്റിംഗ് പി ഡാഷ് ആൻഡ് പി 3 മാർക്സ്. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ മാർക്ക്. എക്സ് വൈ ലൈൻ വരയ്ക്കുന്നതിന് 1 മാർക്ക്, പി ഡാഷ് ലൊക്കേറ്റ് ചെയ്യുന്നതിന് 1 മാർക്ക്, പി ലൊക്കേറ്റ് ചെയ്യുന്നതിന് 1 മാർക്ക്. അപ്പോൾ 3 മാർക്സ് നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. പി ഡാഷ് ക്യൂ ഡാഷിൻ്റെ ലെങ്ത്, പി ക്യൂയുടെ ലെങ്ത്, പി ഡാഷ് ക്യൂ വൺ ഡാഷിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ പി ക്യൂറ്റിൻ്റെ ലെങ്ത്, ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇവിടെ നോക്കുമ്പോൾ പി ഡാഷ് ക്യൂ വൺ ഡാഷിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അതെത്രയാണ്? 60 ആണ്. ഇവിടുന്ന് ഒരു 60 ഇങ്ങനെ ഒരു ആർക്ക് കട്ട് ചെയ്യാം. ലൈൻ അറിയില്ല, കാരണം ലൈൻ അറിയണമെങ്കിൽ തീറ്റ അറിയണം. തീറ്റ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ക്യൂ വൺ ഡാഷിൻ്റെ ആർക്ക് കിട്ടും. അതേപോലെ ക്യൂ ഡാഷിൻ്റെ ആർക്ക് കിട്ടും, കാരണം ഇത് 40 ആണെന്ന് തന്നിട്ടുണ്ട്. അത് കുറച്ച് പേരോട് മാറിപ്പോവും. ഇവിടെ ഇറ്റ്സ് ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ മെഷേഴ്സ് 50 ആൻഡ് 40 എന്ന് തന്നിരിക്കുന്നത്. അതായത് ടോപ്പ് വ്യൂ ആണ് 50, ഫ്രണ്ട് വ്യൂ ആണ് 40. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യത. അങ്ങനെ മാറിപ്പോയി കഴിഞ്ഞാൽ ഈ 3 മാർക്ക് മാത്രമേ കിട്ടും, ബാക്കി തെറ്റിപ്പോയി. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അപ്പോൾ പി ഡാഷ് ക്യൂ ഡാഷ് 40 ആണ്. അപ്പോൾ 40ൽ ഒരു ആർക്ക് വരയ്ക്കാൻ പറ്റും എന്നല്ലാതെ ആ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതറിയണമെങ്കിൽ ആൽഫ അറിയണം. ആൽഫ തന്നിട്ടില്ല. അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് വരുന്ന ലൈൻ അറിയണമായിരുന്നു, അതും അറിയില്ല. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് താഴെയും ഇതേപോലെ 2 ആർക്ക് വരച്ച് വെക്കാം. 60ലും അതേപോലെ 50ലും ഒരു ആർക്ക് വരച്ചേക്കാം. അതായത് ക്യൂ ആൻഡ് ക്യൂ ടുവിൻ്റെ ആർക്ക് മാത്രം അറിയാം, ബട്ട് പോയിന്റ് അറിയില്ല. കാരണം അവിടെയും ഫൈയും ബീറ്റയും തന്നിട്ടില്ല. ഓക്കെ, പിന്നെ അറിയേണ്ടത് ഈ ക്യൂ ഡാഷ് അറിയുന്ന ഈ ലൈൻ അറിയണം, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡർ പ്രൊജക്ടർ തരണം. അതൊന്നും തന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കുറേ 4 ആർക്കും വരച്ച് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് അങ്ങോട്ടേക്ക് എങ്ങനെ ഇത് ആൻസർ കിട്ടണം എന്നുള്ളത് ഈ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ക്യൂ വൺ ഡാഷ് എങ്ങനെ കിട്ടാം എന്ന് നോക്കാം. ക്യൂ വൺ ഡാഷ് കിട്ടണമെങ്കിൽ ഒന്നുകിൽ എക്സ് വൈ ലൈനിൽ നിന്ന് ഇതിലേക്കുള്ള ഹൈറ്റ് തരണം. ഓക്കെ, ആ ഹൈറ്റ് ഇവിടെ തന്നിട്ടില്ല. പിന്നെ ഈ ആംഗിൾ തരണം, അത് നേരത്തെ നമ്മൾ നോക്കി തന്നിട്ടില്ല. പിന്നെ ക്യൂ വൺ ഡാഷ് കിട്ടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻ വരയ്ക്കാൻ പറ്റിയാൽ മതി. ഈ ലൈൻ, ഞാനിപ്പോൾ ഈ കളർ മാറ്റാം. യെല്ലോ കളറിൽ വരച്ചിരിക്കുന്ന ഈ ലൈൻ വരച്ചാൽ മതി. ആ ലൈൻ എവിടെ നിന്നാണ് വരുന്നത്? പി ക്യൂ വണിൽ നിന്നാണ് ആ ലൈൻ വരുന്നത്. പി ക്യൂ വണിലാണ് ക്യൂ വൺ ഡാഷ് കിട്ടുന്നത്. ഇനി പി ക്യൂ വൺ എവിടെ നിന്നാണ് കിട്ടുന്നത്? ക്യൂവിൽ നിന്നാണ്. ഓക്കെ, പി ക്യൂയുടെ ലെങ്ത് നമുക്ക് 50 എന്ന് തന്നു. അപ്പോൾ പി ക്യൂവും പി ക്യൂ വണും സെയിം ആണ്. കാരണം പി ക്യൂ വണും പി ക്യൂവും ഒരു ആർക്കിലാണ്. ആർക്കിൻ്റെ റേഡിയസ് ഈക്വൽ ടു 50 ആണെന്ന് ഇവിടെ തന്നു. അപ്പോൾ നമുക്ക് പി ക്യൂ വൺ 50 എടുക്കാൻ പറ്റും. അങ്ങനെ പി ക്യൂ വൺ 50 എടുത്തു കഴിഞ്ഞാൽ, ഈ ലെങ്ത് 50 എടുത്തു കഴിഞ്ഞാൽ ക്യൂ വൺ കിട്ടി. ക്യൂ വണ്ണിന് നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ ക്യൂ വൺ ഡാഷിൻ്റെ ലൈന് കിട്ടി. ഇനി പി ഡാഷ് ക്യൂ വൺ ഡാഷിൻ്റെ ലെങ്ത് ഈക്വൽ ടു 60 തന്നതുകൊണ്ട് അതിലേക്ക് 60 ആർക്ക് കിട്ടി കഴിഞ്ഞാൽ ക്യൂ വൺ ഡാഷും കിട്ടി. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ ക്യൂ ടു ആദ്യം കണ്ടെത്താം. ഇതേ സെയിം പ്രൊസീജിയർ യൂസ് ചെയ്തിട്ട് അവിടെ വരുമ്പോൾ പി ഡാഷ് ക്യൂ ടു ഡാഷിൻ്റെ ഈ ലെങ്ത്ത് ഇത് 40 ആണ്. 40 നേരെ താഴോട്ടേക്ക് ലൈൻ വരച്ചിട്ട് അതിലേക്ക് പിയിൽ നിന്ന് 60 കട്ട് ചെയ്ത് ക്യൂ ടുവും കാണാം. ഓക്കെ, ഫസ്റ്റ് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല, പല രീതിയിൽ തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പി ഡാഷ് ക്യൂ വൺ ഡാഷ് കാണാൻ വേണ്ടിയിട്ട് പി ക്യൂ വൺ വരയ്ക്കാൻ പോവാണ്.
50 mm ഇവിടെ PQ1 വരച്ചു. എന്നിട്ട് Q1 നിന്ന് നേരെ മുകളിലേക്ക്, കാരണം ക്വാഡ്രൻ്റ് ഒന്നും സ്പെസിഫൈ ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എന്നുള്ള അസംഷൻ തന്നെ ചെയ്യാണ്. മുകളിലേക്ക് പ്രൊജക്ടർ ലൈൻ വരച്ചു, അതായത് ഈ ലൈൻ വരച്ചു. ഈ ലൈനിലാണ് Q1' വേണ്ടത്. ഇനി Q1' കിട്ടണമെങ്കിൽ P'Q1' ലെങ്ത് കിട്ടുകയോ അല്ലെങ്കിൽ ആംഗിൾ തന്നാലോ മതി. നമുക്കിവിടെ ലെങ്ത് തന്നിട്ടുണ്ട്, അതെത്രയാണ്? 60 ആണ്. P'Q1' ഈക്വൽ ടു ട്രൂ ലെങ്ത് ഈക്വൽ ടു 60 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് 60 mm ആർക്ക് കട്ട് ചെയ്യുക. അത് ഈ വെർട്ടിക്കൽ ലൈനിൽ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റാണ് Q1'. അങ്ങനെ P'Q1' ജോയിൻ ചെയ്തു. ഇത്രയും ചെയ്യുന്നതിന് നമുക്ക് ആൻസർ കീയിൽ അടുത്ത പോയിന്റ് ഡ്രോയിങ് ഓഫ് ട്രൂ ലെങ്ത് ഇൻ ഫ്രണ്ട് വ്യൂ 4 മാർക്സ്. ഓക്കെ, അതായത് ഈ P'Q1' വരയ്ക്കുന്നതിന് 4 മാർക്ക്. അപ്പോൾ 4 + 3 7 മാർക്സ് കിട്ടി. ഇനി ആൻസർ കീ പോകുന്നത് ഡ്രോയിങ് ട്രൂ ലെങ്ത് ഇൻ ടോപ്പ് വ്യൂ, അതായത് P'Q1' കാണുന്നത് പോലെ PQ2 കാണുന്നതിനാണ് മാർക്ക് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ PQ2 കണ്ടിട്ട് Q'-ഉം Q'യും കാണുന്ന രീതിയിൽ ചെയ്യാം. പക്ഷേ ഞാനതല്ല, ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് Q' കണ്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് ഓൾറെഡി അറിയാം P'-Q' ലെങ്ത് 40 ആണെന്ന്. അപ്പോൾ 40യിൽ ഇവിടെ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ Q' കിട്ടും. ഞാൻ P' എന്നാണ് നെയിം ചെയ്തത്, P' അല്ല, ഇവിടെ Q' കിട്ടും. ഓക്കെ, എന്നിട്ട് PQ കണ്ടിട്ട് PQ2 കാണുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നേരത്തെ P'-Q1' കണ്ട പോലെ PQ2 കണ്ടിട്ട് അവസാനം Q'-ഉം Q'യും കാണാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ Q' കിട്ടിക്കഴിഞ്ഞു. അടുത്ത സ്റ്റേജിൽ Q' കിട്ടിക്കഴിഞ്ഞാൽ Q' സെയിം ലൈനിലാണല്ലോ ഈ പ്രൊജക്ടർ വരയ്ക്കുക. PQയുടെ ലെങ്ത് 50 ആണ്. ഈ ആർക്കിനെ ഇങ്ങോട്ടേ കൊണ്ടുവരുമോ, അല്ലെങ്കിൽ 50 mm ആർക്ക് ഈ വെർട്ടിക്കൽ ലൈനിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പ്രൊജക്ടർ ലൈനിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ Q കിട്ടും. ഓക്കെ, അങ്ങനെ പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണ്? PQ2 കാണണം. PQ2 കാണണമെങ്കിൽ ഓൾറെഡി നമുക്കറിയാം PQ2 ലെങ്ത് 60 ആണെന്ന്. അതുകൊണ്ട് Pയിൽ നിന്ന് 60 mm ആർക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ Q2 കിട്ടും. അല്ലെങ്കിൽ Q' റൊട്ടേറ്റ് ചെയ്ത് Q2' കണ്ടിട്ട് Q2 കാണാം. അങ്ങനെയും ചെയ്ത് കഴിഞ്ഞാൽ സെയിം പോയിന്റിൽ തന്നെ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. Q' റൊട്ടേറ്റ് ചെയ്ത് Q2' കണ്ട് Q' Q2 കണ്ടു. പ്രൊജക്ഷൻ കംപ്ലീറ്റ് ആയി. പിന്നെ ട്രേസ് വരയ്ക്കണം. ട്രേസ് വരയ്ക്കുന്ന സ്റ്റെപ്സൊക്കെ ഞാൻ ഒഴിവാക്കിയത്. എനിക്ക് ഈ ട്രേസ് വരച്ചപ്പോൾ വളരെ അടുത്തായിട്ടാണ് H'-ഉം V'യും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, അത് ചെറിയ എറേഴ്സ് കൊണ്ടായിരിക്കാം, ഒരു പോയിന്റിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഡൗട്ട് തോന്നിയുകൊണ്ട് ഞാനത് CAD-ൽ വരച്ച് നോക്കി. CAD-ൽ വരച്ച് നോക്കുമ്പോൾ കറക്റ്റ് കിട്ടുമല്ലോ. അങ്ങനെ വരച്ച് നോക്കുമ്പോൾ ഈ A'-B' എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന പോയിന്റും AB എക്സ്റ്റെൻഡ് ചെയ്താൽ കിട്ടുന്ന പോയിന്റും സെയിം ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H'-ഉം V'യും സെയിം പോയിന്റിലാണ്. അപ്പോൾ H'ും V'-ഉം എല്ലാം സെയിം പോയിന്റിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. CAD യൂസ് ചെയ്ത് വരച്ചപ്പോൾ എനിക്ക് ആംഗിൾ 34 ഡിഗ്രിയും 48 ആണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ മാനുവൽ ഡ്രോയിങ് യൂസ് ചെയ്ത് വരച്ചപ്പോൾ 35ഉം 50 ഡിഗ്രിയാണ് ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ട്രേസ് രണ്ടും കൂടെ ഒരു പോയിന്റിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ആൻസർ കീ ബാക്കി നോക്കാം. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞു, പോയിന്റ് ലൊക്കേറ്റ് ചെയ്യുന്നതിനും XY ലൈൻ വരയ്ക്കുന്നതിന് 3 മാർക്സ്, ട്രൂ ലെങ്ത് ഇൻ ഫ്രണ്ട് വ്യൂ വരയ്ക്കുന്നതിന് 4 മാർക്ക്, ട്രൂ ലെങ്ത് ഇൻ ടോപ്പ് വ്യൂ വരയ്ക്കുന്നതിന് 3 മാർക്സ്, ഡ്രോയിങ് ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ 3 മാർക്സ്, മാർക്കിംഗ് ഓഫ് ട്രേസസ് 2 മാർക്സ്,